ബിസ്മില്ല, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സ്വഹാബിമാരെ കുറിച്ചാണ്. ഇസ്ലാമിക ചരിത്രത്തിലുടനീളം സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ അഥവാ ജീവിതഗന്ധിയായ അനുഭവങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എക്കാലവും. ആ സ്വഹാബിമാരുടെ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. ആദ്യമായി ഇവിടെ പറയുന്ന സ്വഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നവരെക്കുറിച്ചാണ്. ഈ ഒരു സ്വഹാബിയുടെ ചരിത്രം ഇവിടെ പ്രതിപാദിക്കുന്നത് ഡോക്ടർ A.I. വിലായത്തുള്ള എന്നവരുടെ സ്വഹാബിമാരുടെ എന്ന ബുക്കിൽ നിന്നുമാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. അറിവിലും അനുഭവ സമ്പത്തിലും പ്രായം ചെന്നവരെ വെല്ലുന്ന യുവാവാണ് അദ്ദേഹം. അറിവ് അന്വേഷിക്കുന്ന ഒരു നാവും ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹൃദയവും അദ്ദേഹത്തിനുണ്ട്. ഇതായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് എന്നവർ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. ഇനി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രത്തിലൂടെ നമുക്കൊന്ന് യാത്ര പോകാം. പ്രതാപവും ആദരണീയതയും പൂർണ്ണാർത്ഥത്തിൽ തന്നെയുള്ള കുലീനവും തിളക്കമാർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയുമായിരുന്നു ആ സ്വഹാബി വര്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സഹവാസം അദ്ദേഹത്തിനു സാധ്യമാവുന്നത് തിരുമേനിയുടെ അവസാന കാലത്തു മാത്രമാണ്. എങ്കിലും ഹ്രസ്വകാലത്തെ ആ സഹവാസം അദ്ദേഹത്തെ പ്രതാപിയും ആദരണീയനുമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്ന അടുത്ത കുടുംബ ബന്ധവും ആ വ്യക്തിത്വത്തിന് തിളക്കം കൂട്ടി. നബി തിരുമേനിയുടെ പിതൃവ്യ പുത്രനാണല്ലോ അദ്ദേഹം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലെ സാത്വികനായ മഹാപണ്ഡിതൻ, ആഴമേറിയ പ്രൗഢവിശാലമായ അറിവിൻ്റെ പാരാവാരം. ദൈവഭക്തിയിലും ആരുടെയും പിന്നിലായിരുന്നില്ല ആ മഹാനുഭാവൻ. അദ്ദേഹത്തിൻ്റെ പകലുകൾ മിക്കവയും വ്രതാനുഷ്ഠാനത്തിലും രാവുകൾ നമസ്കാരത്തിനുമായി ഒഴിഞ്ഞുവെച്ചതായിരുന്നു. രാവുകളുടെ അവസാന യാമങ്ങളിൽ പാപമോചനത്തിനായി കരഞ്ഞു പ്രാർത്ഥിക്കും. അദ്ദേഹം അള്ളാഹുവോടുള്ള ഭയഭക്തി കാരണം കണ്ണീർ തുള്ളികൾ ചാലിട്ടൊഴുകി അദ്ദേഹത്തിൻ്റെ കവിളുകളിൽ പാടുകൾ വീണിരുന്നു. ആരാണ് ആ വ്യക്തിത്വത്തിന് ഉടമയെന്നല്ലേ? ദൈവിക വിജ്ഞാനീയങ്ങളിൽ അഗ്രഗണ്യനായ മഹാപണ്ഡിതനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഇത്ര ആഴത്തിൽ പഠിച്ച ഒരാൾ ആ സമൂഹത്തിൽ വേറെയില്ല. ദിവ്യഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനവും അതിലടങ്ങിയ നിഗൂഢമായ സൂചനകളും ഉദ്ദേശ്യങ്ങളും ഇത്രയേറെ മനസ്സിലാക്കിയ ആൾ വേറെ ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ്. വിശുദ്ധ ഖുർആൻ്റെ ആശയപ്രപഞ്ചത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ആ കഴിവ് നിസ്തുലം തന്നെയായിരുന്നു. ഹിജ്റയുടെ 3 വർഷം മുമ്പാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. നബി തിരുമേനി മരണമടയുമ്പോൾ അബ്ദുള്ള എന്നവരുടെ പ്രായം 13 വയസ്സ് മാത്രമായിരുന്നു. എന്നാൽ ചുരുങ്ങിയ ആ കാലയളവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സഹവർത്തിത്വം കാരണം അബ്ദുല്ലാഹിബ് എന്നവർക്ക് നബിയിൽ നിന്ന് വളരെയേറെ ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബുഖാരിയും മുസ്ലിമും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ 1660 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുള്ള എന്നവരെ പ്രസവിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ മാതാവ് കുഞ്ഞിനെ നബി തിരുമേനിയുടെ സവിധത്തിലേക്ക് കൊണ്ടുപോയി. തിരുമേനി അവിടുത്തെ കുറച്ച് ഉമിനീര് കയ്യിലെടുത്ത് അതുകൊണ്ട് ആ പിഞ്ചു പൈതലിൻ്റെ തൊണ്ട നനച്ചു. നബി തിരുമേനിയുടെ പരിശുദ്ധവും അനുഗ്രഹീതവുമായ ഉമിനീരാണ് ആ പിഞ്ചു ബാലൻ്റെ ശരീരത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന വസ്തു. തിരുമേനിയുടെ ഉമിനീരിനൊപ്പം ദൈവഭക്തിയും തത്വജ്ഞാനവും കൂടി അബ്ദുള്ളയിൽ പ്രവേശിക്കുകയായിരുന്നു. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു യഥാർത്ഥ ജ്ഞാനം നൽകുന്നു.
ഏതൊരുവന് യഥാർത്ഥ ജ്ഞാനം നൽകുന്നുവോ അവന് അതുവഴി അത്യധികമായ നേട്ടമാണ് നൽകുന്നത്. ഇത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ അൽ ബഖറയിലെ 269-ാമത്തെ വചനത്തിൻ്റെ അർത്ഥമാണ്. ബാല്യം പിന്നിട്ട് വളർച്ച എത്തിത്തുടങ്ങിയതേയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്തുള്ള സഹവാസം അബ്ദുള്ള ഒരു ശീലമാക്കി. വേർപിരിയാനാവാത്ത ഒരു പരസ്പര ബന്ധം അവർ തമ്മിൽ വളർന്നു വന്നു. തിരുമേനി വുളു നിർവഹിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനുവേണ്ട വെള്ളം ഒരുക്കി വെച്ചു കൊടുക്കും. അദ്ദേഹം നമസ്കരിക്കാൻ നിന്നാൽ പിറകിൽ നിന്ന് അബ്ദുള്ളയും നമസ്കരിക്കും. നബി തിരുമേനി ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ വാഹനപ്പുറത്ത് പിറകിൽ അബ്ദുള്ളയുണ്ടാവും. നബി തിരുമേനി പോകുന്നിടത്തെല്ലാം നിഴൽ കണക്കെ അബ്ദുള്ള അദ്ദേഹത്തെ അനുഗമിച്ചു. ഒരേ ഭ്രമണപഥത്തിൽ കാണുന്ന 2 ഗോളങ്ങൾ പോലെ വേർപെടുത്താൻ കഴിയാത്ത ഒരു കൂട്ടുകെട്ടായിരുന്നു അത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ച കാര്യങ്ങളൊക്കെയും തെളിഞ്ഞ മനസ്സോടെയും ശ്രദ്ധയോടെയും അദ്ദേഹം ഹൃദയത്തെ സൂക്ഷിച്ചു. ആലേഖന വിദ്യയിൽ ആധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങളൊക്കെ രംഗത്ത് വരുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പിഴവുകൾ കൂടാതെ കൃത്യതയും കണിശതയും കാത്തു സൂക്ഷിച്ചു വിസ്മയകരമായ ഒരു ആലേഖന ദൗത്യമാണ് അബ്ദുള്ള നിർവഹിച്ചത്. അബ്ദുള്ള തന്നെ പറയുന്നത് കാണുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്യാൻ ഉദ്ദേശിച്ചു. അത് മനസ്സിലാക്കി ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിന് വെള്ളം തയ്യാറാക്കി വെച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സന്തോഷിപ്പിച്ചു. നമസ്കരിക്കാനായി നബി തിരുമേനി എണീറ്റു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടരികിൽ തന്നെ നിൽക്കാൻ അദ്ദേഹം എന്നോട് ആംഗ്യം കാണിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിലായാണ് നമസ്കരിക്കാൻ നിന്നത്. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനം നേരെ ചാഞ്ഞിരുന്ന് തിരുമേനി ചോദിച്ചു, അബ്ദുള്ള, എൻ്റെ തൊട്ടരികിലായി നിൽക്കുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞ കാര്യമെന്താണ്? ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, താങ്കൾ എൻ്റെ ദൃഷ്ടിയിൽ വലിയ പ്രതാപവും ഔന്നത്യമുള്ള ആളാണ്. അതിനാൽ താങ്കൾക്ക് സമാന്തരമായി നിൽക്കുന്നത് അനുചിതമായാണ് എനിക്ക് തോന്നിയത്. അതിനാലാണ് ഞാൻ പിറകിൽ നിന്നത്. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കൈകളും ആകാശത്തേക്കുയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നീ ഇവന് ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു തൻ്റെ ദൂതൻ്റെ പ്രാർത്ഥന അക്ഷരം പ്രതി സ്വീകരിക്കുകയായിരുന്നു. ഹാഷിം കുലത്തിലെ ആ ബാലൻ അഗാധ ജ്ഞാനം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയായിരുന്നു. വലിയ ന്യായാധിപന്മാർക്കും ഭരണകർത്താക്കൾക്കുമൊക്കെ ഉപരിയായിരുന്നു ഇക്കാര്യത്തിൽ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൻ്റെ വൈജ്ഞാനിക വൈദഗ്ധ്യവും കുശാഗ്ര ബുദ്ധിയും തെളിയിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ്. അവയിൽ ഒന്ന് ഇങ്ങനെ സംക്ഷേപിക്കാം. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രശ്നം രൂക്ഷമായ ഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ ഹതാശനും പരാജിതനുമാക്കുന്ന വിധത്തിൽ കുറേ അനുയായികൾ അദ്ദേഹത്തെ കൈവെടിയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ആ ആളുകളുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കാൻ താങ്കൾ എന്നെ അനുവദിച്ചാലും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളെ അവർ വല്ലവിധേനയും ഉപദ്രവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉറപ്പു നൽകി. അവർക്കിടയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരാരും ആരാധനാ കാര്യങ്ങളിലൊന്നും ഒഴുകുന്നവരല്ല എന്ന് മനസ്സിലായി. അവർ ചോദിച്ചു, ഇബ്നു അബ്ബാസ്, താങ്കൾക്ക് സ്വാഗതം. താങ്കളിപ്പോൾ ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന കാര്യം എന്താണ്? നിങ്ങളോട് ചിലത് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അവരിൽ ചിലർ പറഞ്ഞു, നിങ്ങളാരും അയാളോട് സംസാരിക്കേണ്ട. മറ്റു ചിലർ പറഞ്ഞു, താങ്കൾ സംസാരിക്കൂ, ഞങ്ങൾ കേൾക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തിരുമേനിയുടെ പിതൃവ്യപുത്രനും മകളുടെ ഭർത്താവും നബി തിരുമേനിയിൽ ആദ്യമായി വിശ്വസിച്ചവരിൽ ഒരാളുമായ അലിയോട് നിങ്ങൾ ഇടയുകയും അദ്ദേഹത്തെ കൈയൊഴിയുകയും ചെയ്തത് ഏതു കാര്യത്തിലാണ്? അവർ പറഞ്ഞു, 3 കാര്യങ്ങളിലാണ് ഞങ്ങൾ അദ്ദേഹവുമായി ഇടഞ്ഞത്. ഏതൊക്കെയാണവ? ഒന്നാമത്തേത്, അള്ളാഹുവിൻ്റെ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ചില ആളുകളെ വിധികർത്താക്കളായി നിശ്ചയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ആയിഷയും മുആവിയയുമായി യുദ്ധം ചെയ്യുകയുണ്ടായി. പക്ഷേ ആ യുദ്ധത്തിൽ യുദ്ധാർജിത സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയോ ആരെയും യുദ്ധ തടവുകാരായി പിടികൂടുകയോ ചെയ്തില്ല. മൂന്നാമത്തെ കാര്യം, മുസ്ലിം സമൂഹം അനുസരണ പ്രതിജ്ഞ നടത്തി അദ്ദേഹത്തെ നേതാവായി അംഗീകരിച്ച ശേഷം തൻ്റെ അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹം മായ്ച്ചു കളയുകയും വേണ്ടെന്ന് വെക്കുകയും ചെയ്തു.
എല്ലാം കേട്ട ശേഷം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും നബി തിരുമേനിയുടെ ഹദീസിൽ നിന്നും നിങ്ങൾ അദ്ദേഹത്തെ വെറുക്കാനും കൈയൊഴിയാനും ഇടയാക്കുകയില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെയോ? ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ മാറ്റിയേക്കുമല്ലോ. അവർ പറഞ്ഞു, ശരി. അള്ളാഹുവിൻ്റെ മതകാര്യത്തെ ചില ആളുകളുടെ വിധികർത്താക്കളായി നിശ്ചയിച്ചുവെന്ന കാര്യമെടുക്കാം. ഒന്നാമതായി അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടമൃഗത്തെ കൊല്ലരുത്. നിങ്ങളിൽ ഒരാൾ മനഃപൂർവ്വം അതിനെ കൊല്ലുന്ന പക്ഷം അവൻ കൊന്നതിനു തുല്യമെന്ന് നിങ്ങളിൽ നിന്നുള്ള 2 നീതിമാന്മാർ തീർപ്പ് കൽപ്പിക്കുന്ന കാലികളെയോ കഅബത്തിങ്കൽ എത്തിച്ചേരേണ്ട ബലിമൃഗമായി നൽകേണ്ടതാണ്. വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ സൂറത്തിലെ 95-ാമത്തെ വചനത്തിൻ്റെ അർത്ഥമാണിത്. ഇനി നിങ്ങൾ അള്ളാഹുവെ മുൻനിർത്തി പറയുക, ജനം പരസ്പരം രക്തം ചിന്തുകയും കൊല്ലുകയും ചെയ്യുന്ന വിഷയത്തിൽ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനും അവർക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കുന്നതിനുമാണോ ചില ആളുകളെ വിധികർത്താക്കളായി നിശ്ചയിക്കേണ്ടത്? അതോ 4 ദിർഹം മാത്രം വിലയുള്ള മുയലിൻ്റെ കാര്യത്തിലാണോ അങ്ങനെ ചെയ്യേണ്ടത്? അവർ പറഞ്ഞു, മുസ്ലിങ്ങളുടെ രക്തം ചിന്തുന്നത് തടയുന്നതിനും അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന കാര്യത്തിനും തന്നെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇനി അലി റളിയല്ലാഹു അൻഹു യുദ്ധം നയിക്കുന്നു. പക്ഷേ നബി തിരുമേനി ചെയ്ത പോലെ യുദ്ധ തടവുകാരായി ആരെയും പിടികൂടുന്നില്ല എന്നതാണല്ലോ മറ്റൊരു പ്രശ്നം. നിങ്ങളുടെ മാതാവ് ആയിഷയെ യുദ്ധ തടവുകാരിയായി പിടികൂടണമെന്നും എന്നിട്ട് അവരെ നിങ്ങൾക്ക് അനുവദനീയമാക്കണമെന്നുമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ സത്യനിഷേധികളായി കഴിഞ്ഞു. ഇനി ആയിഷ നിങ്ങളുടെ മാതാവല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിലും നിങ്ങൾ നിഷേധികളായി കഴിഞ്ഞു. കാരണം അള്ളാഹു പറയുന്നത് കേൾക്കുക, പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹത്തെക്കാളും അടുത്ത ആളാകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അവരുടെ മാതാക്കളുമാവുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്തിലെ 6-ാമത്തെ വചനത്തിൻ്റെ അർത്ഥമാണിത്. അതിനാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുക എന്നു സാരം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടർന്ന് ചോദിച്ചു, അപ്പോൾ ഈ പ്രശ്നവും തീർന്നുവല്ലോ? അള്ളാഹുവാണേ, ആ പ്രശ്നം തീർന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് മായ്ച്ചു കളഞ്ഞു എന്ന പ്രശ്നം നോക്കാം. ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുദൈവാരാധകരുമായി സന്ധിരേഖകൾ ഒപ്പുവെക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ട പ്രകാരം തൻ്റെ പേരിനോടൊപ്പം അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന സ്ഥാനപ്പേര് ചേർക്കേണ്ടതില്ല എന്ന് വെക്കുകയുണ്ടായി. താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന കാര്യം ഞങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ താങ്കളെ ഞങ്ങൾ വിശുദ്ധ ഭവനത്തിൽ നിന്നു തടയുകയോ താങ്കളുമായി യുദ്ധത്തിന് ഒരുങ്ങുകയോ ചെയ്യുമായിരുന്നില്ല. പകരം അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതിക്കോളൂ എന്നാണ് ബഹുദൈവാരാധകർ അദ്ദേഹത്തോട് പറഞ്ഞത്. നിങ്ങൾ എന്നെ അവിശ്വസിക്കുകയും കളവാക്കുകയും ചെയ്യുന്നുവെങ്കിലും ഞാൻ തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാവുന്നു എന്ന് പറഞ്ഞ് നബി തിരുമേനി അതിന് സന്നദ്ധനാവുകയായിരുന്നു. അപ്പോൾ പ്രശ്നം തീർന്നുവോ? അള്ളാഹുവാണേ, ആ പ്രശ്നവും തീർന്നു. അബ്ദുല്ലാഹിബ്നു അബ്ബാസിൻ്റെ സാത്വികവും തികഞ്ഞ യുക്തിബോധവും ആ ഘട്ടത്തിൽ ശരിക്കും ഫലം ചെയ്തു. കാര്യങ്ങൾ ആ വിധം മനസ്സിലാക്കി 20,000 പേരാണ് ആ നിർണയഘട്ടത്തിൽ തിരികെ പോയി അലിയോടൊപ്പം അണിചേർന്നത്. എന്നാൽ ഏകദേശം 4,000 ആളുകൾ സത്യം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ അവരുടെ വാദഗതികളിൽ മർക്കടമുഷ്ടിയോടെ ഉറച്ചുനിന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബും ചെയ്ത് എന്നെ പ്രോത്സാഹിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.